നമസ്തേ, എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചക്ക അടയാണ്. ഞാൻ ഓൾറെഡി ചക്ക വരട്ടിയത് എങ്ങനെയാണെന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. നന്ദി, നമസ്കാരം. ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്, ഞാൻ ഓൾറെഡി ചക്ക വരട്ടണത് എങ്ങനെയാണെന്ന് നിങ്ങളെ ഞാൻ കാണിച്ചു തന്നിരുന്നു. കണ്ടില്ലേ, ആ ചക്ക വരട്ടി ഇതാണിത്. അതിൽ നിന്ന് ഞാൻ ചക്കട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതിനായിട്ട് ഞാൻ എല്ലാ സാധനങ്ങളും അടുത്ത് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഫസ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് അരിപ്പൊടി ഇടുക. ഇത് ഞാൻ അരിപ്പൊടി, വെറും അരിപ്പൊടി ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചു കേട്ടോ. ജസ്റ്റ് ഒന്ന് ചൂടാക്കി. അത് വറുത്ത അരിപ്പൊടിയാണോ എന്ന് അറിയില്ല. അരിപ്പൊടിയാ വാങ്ങിയത്. മറ്റത് ഞാൻ ഇടിയപ്പപ്പൊടിയാ വാങ്ങാറ്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് അരിപ്പൊടിയാണ് കിട്ടിയത്. വാങ്ങിയതല്ല, കിട്ടിയത് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഒരു 3 ഗ്ലാസ് ഉണ്ട്, അത്ര എടുത്തിട്ടില്ലേ, കുറച്ചെടുത്തു ഞാൻ. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് ചക്ക വരട്ടിയത് ഇടുക കേട്ടോ. അപ്പൊ ഞാൻ എല്ലാം കാണിച്ചു തരാം. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ. ഒരു മിനിറ്റ് കേട്ടോ, ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഒരു മിനിറ്റ്, ഞാൻ ക്യാമറ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ കാണിച്ച പോലെ തന്നെ അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു 2 സ്പൂണ്, വലിയ സ്പൂണാണ് കേട്ടോ, ഒരു 2.5 സ്പൂണ് ചക്ക വരട്ടിയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഓൾറെഡി ഇതില് ഏലക്കായ നല്ലോണം ഇട്ടിരുന്നു. നിങ്ങൾ എന്നാ വരട്ടിയത് കണ്ടവർക്കറിയാം ചക്ക വരട്ടി എങ്ങനെയാന്ന്. അപ്പൊ ഞാൻ കുറച്ച് നെയ്യ് ഒഴിക്കണം. നെയ്യും ഓൾറെഡി നല്ലോണം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് കുറച്ച് തേങ്ങ ഇടുക. 2 സ്പൂൺ തേങ്ങ ഇട്ടു. എന്നിട്ട് പിന്നെ ഞാൻ അടുത്തത് ചെയ്യുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കും, ജാഗരി പൗഡർ, ശർക്കരപ്പൊടി വാങ്ങാൻ കിട്ടും. അപ്പം അത് ഞാൻ വാങ്ങിച്ചിട്ട് ഞാൻ ഇതില് ഒരു 2 സ്പൂണോളം ഇടുകയാണ്. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് അടുത്തത്, ഇതെല്ലാം കൂടിയും ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് കുഴയ്ക്കണം. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ ഒന്ന് കൈ കഴുകി വരട്ടെ. ആദ്യം നമുക്കിത് സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുഴയ്ക്കാം. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇപ്പൊ തേങ്ങയും ഇട്ടിട്ടുണ്ട്, ഞാൻ എല്ലാം ഇട്ടിട്ട്. ഇതൊന്ന് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് കരുതുന്നു. ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതേ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ഇത് കൈകൊണ്ട്, ഇപ്പൊ കൈകൊണ്ട് കുഴയ്ക്കാം നമുക്ക്. അതായത് നല്ലൊരു പരുവത്തില് നമ്മൾ ഇത് കുഴച്ചെടുക്കണം. കണ്ടില്ലേ? അപ്പൊ നമുക്ക്, ഞാനിത് കുഴച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അപ്പൊ നിങ്ങൾക്ക് കാണാലോ, ഈ ഒരു പരുവത്തിൽ ഞാൻ ചക്ക ആ ഒരു അടക്കുള്ള ഇത് ഞാൻ ഇങ്ങനെ കുഴച്ച് വെച്ചു കേട്ടോ. അപ്പൊ ഞാൻ നേരത്തെ നിങ്ങളെ കാണിച്ചിട്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ ക്യാമറ ഓഫ് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ പിന്നെയും അതിനുശേഷം ഇതിൽ 2 സ്പൂൺ ചക്ക അടയും പിന്നെ 1 സ്പൂൺ തേങ്ങയും കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കൂടി കണക്കിൽ കൂട്ടണം. അതുകൊണ്ടാണ് ഞാൻ അത് പറയുന്നത്. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, ചിലർ ഇതിൽ ചുക്കിടും. ഞാൻ ഓൾറെഡി എന്റെ ചക്ക അട നല്ലവണ്ണം ഏലക്കായ ഇട്ടിട്ടുള്ളതുകൊണ്ട് ഇത് ഈ പാത്രം തുറക്കുമ്പോ തന്നെ ഏലക്കായയുടെ മണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇതിൽ ഏലക്കായ ഇട്ടിട്ടില്ല കേട്ടോ. അതുപോലെ നെയ്യും ഒന്ന് കയ്യിൽ തടവിയിട്ട് അത് കുഴച്ചെടുത്തു കേട്ടോ. അതും പറഞ്ഞില്ല ഞാൻ നിങ്ങൾക്ക്. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തത്. അപ്പോ പിന്നെ നമുക്ക് ഇനി ഇത് പരത്തി നമുക്ക് ഇത് വെക്കണം. അത്രേ ഉള്ളൂ പണി. അതായത് ഞാനിവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, എന്താ പറയാ, ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനി ഒന്ന് വലിപ്പം അനുസരിച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുക. എന്നിട്ട് ഇതിൽ വെക്കുക. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോ കണ്ടില്ലേ, നമുക്ക് വേണമെങ്കിൽ ഇത് ഒരു
എടുക്കട്ടെ കേട്ടോ. ഞാനൊന്ന് ഇതാ ഈ ഒരു ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി. അപ്പൊ കണ്ടില്ലേ, ഞാൻ ചെറിയ ചെറിയ അടയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ കണ്ടില്ലേ, ഇത്രയുള്ള കൊച്ചു കൊച്ചു അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഞാൻ ഇപ്പൊ ഞാൻ സ്റ്റീമറിൽ വെച്ചിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത് കേട്ടോ. കാരണം അപ്പൊ ഞാൻ ചെയ്യുന്നത്, പിന്നെ ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ സ്റ്റീമറിൽ ഈ വാഴയുടെ ഇലയുടെ ബാക്കിലുള്ള ഈ തണ്ടില്ലേ, അതിങ്ങനെ വെച്ച് വെച്ച് അപ്പൊ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വെക്കണേ കേട്ടോ. ഓരോ അടകൾ ഇങ്ങനെ വെക്കും. ഓക്കെ, ഇപ്പൊ കണ്ടില്ലേ, അതുപോലെ ഞാൻ 2-3 നിങ്ങളെ കാണിച്ചു തരാം. ഇത് ലാസ്റ്റ് ഞാൻ നിങ്ങളെ കാണിക്കാം. അടുത്ത ഇല എടുത്തു ഞാൻ. അടുത്ത് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ? കാണാൻ പറ്റും. ഇത്രയും അടയും ഈ ഇത് ഉരുട്ടിയെടുത്തു. ഇതൊരു ചപ്പാത്തിയുടെ ഒക്കെ പരുവത്തിലാട്ടോ ഞാനിത് കുഴച്ച് വെച്ചേക്കണത്. അതിന്റെ മിഡിലായിട്ട് വെച്ചു. എന്നിട്ട് ഞാൻ ഇതൊന്ന് മടക്കിയിട്ട് ജസ്റ്റ് കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത ശേഷം ഞാൻ ഈ കയ്യിൽ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുകയാണ്. അപ്പൊ നല്ല രീതിയിൽ ചക്കട ഉണ്ടാക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതേ കാണിച്ചു തരാം, ഒരെണ്ണം കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, കൊച്ചു കൊച്ചു അടയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലേ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മുട്ടാതിരിക്കാൻ ഞാൻ ഇങ്ങനെ ഓരോന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇനി അടുത്ത ഒരെണ്ണം കൂടി കാണിച്ച ശേഷം പിന്നെ ഞാൻ എല്ലാം കൂടി ഉണ്ടാക്കിയിട്ടേ കാണിക്കുന്നുള്ളൂ കേട്ടോ. അടുത്ത ഇല എടുത്തു ഞാൻ. ചക്ക അടയുടെ മാവിന്ന് ഒരു ഉണ്ട എടുത്തു. എന്നിട്ട് ഇതിൽ വെച്ചു, മടക്കി, കാണുന്നില്ലേ? എന്നിട്ട് ഞാൻ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കും. കൈ കൊണ്ട് ജസ്റ്റ് പ്രസ് ചെയ്ത ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കുഴുതൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യാം. അപ്പൊ ഇതുകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ്, എന്താ പറയാ, കട്ടി കുറഞ്ഞ് കിട്ടും. കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അട നല്ല നൈസായിട്ടുള്ള അട കിട്ടും. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും ഇങ്ങനത്തെ ഒരു ഇതെന്റെ അമ്മ കാണിക്കണ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ മുട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇതിങ്ങനെ വെച്ചു. ഞാനിത് ഇങ്ങനെ വെക്കുകയാണ്. അപ്പൊ ഇത് മുഴുവൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഞാനൊരു കുറച്ച് വലിയ ഇലക്കഷ്ണത്തിൽ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ എല്ലാം ചെറുതല്ലേ കാണിച്ചു, കുറച്ചും കൂടി വലിയ ഇലക്കഷ്ണം എടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തറിയോ, ഇതിൽ അരിപ്പൊടി ആയിട്ടുണ്ട്. ഓക്കെ, ഇതേ ഒരു ഉണ്ട എടുത്തു, അത് ഇതിൻ്റെ ഉള്ളിൽ വെച്ചു. എന്നിട്ട് ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ, ഞാനിപ്പോൾ കമ്പാരിറ്റീവ്ലി എൻ്റെ കയ്യിലുള്ള ഇലകളിലെ കുറച്ച് വലുതെടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നൈസായി കിട്ടുകയും ചെയ്യും. കാണിച്ചു തരാം, എനിക്ക് കാണിച്ചു തരാം. കണ്ടോ, കുറച്ച് വലിയ അടയും നല്ല നൈസായിട്ടുള്ള അടയും കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇത് ഒന്ന് വലുതായിട്ട് കാണിച്ചു തന്നത്. ഒന്ന് എവിടെയെങ്കിലും സൈഡിൽ കുറച്ചുണ്ടെങ്കിൽ ഇത് 1-2 വെച്ചിട്ടൊക്കെ വെക്കാം. പക്ഷെ ഞാനിത് ഓരോന്ന് വെച്ചിട്ട് ഇങ്ങനെ വെക്കണേ. അപ്പൊ ഇത് മുട്ടുമില്ല, ഇതിനൊരു പ്രശ്നവും വരില്ല. എൻ്റെ അമ്മ എന്നെ കാണിച്ചു തന്നിട്ടുള്ളതാട്ടോ. കാണിച്ചു തന്നിട്ടുള്ളതല്ല, അമ്മ ചെയ്യണത് കണ്ടുപഠിച്ചേക്കുന്നതാണ്. അപ്പോൾ പിന്നെയും ഒരു ചെറുതെടുക്കുമ്പോൾ നമ്മൾ ചെറിയ ഇത് എടുക്കുക. ഇതേപോലെ തന്നെ ചെയ്യുക. ഓക്കെ, ഒരു ചെറിയ ഇത് വെക്കും. ഇവിടെ എല്ലാവരും പറയും ചെറുത് മതി, അപ്പോൾ ഇങ്ങനെ ഒരുപാട് കഴിച്ച് വേണ്ടാന്ന് അങ്ങനെ തോന്നില്ല. ചെറുത് കഴിച്ചാൽ മതി ഓരോ പ്രാവശ്യം എന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ ചെറുത്. മോനും ഹസ്ബൻഡും ഒക്കെ അങ്ങനെ പറയാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ചെറുതാക്കി ഉണ്ടാക്കണത്. വലുത് വേണമെങ്കിൽ ഉണ്ടാക്കാം അങ്ങനെ. അപ്പോൾ പിന്നെ ഇതിങ്ങനെ വെച്ചു. അങ്ങനെ എല്ലാം വെക്കുക. അപ്പം ഇത് മുഴുവൻ വെച്ചിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഒരു കാര്യം ഞാൻ മറന്നുപോയി പറയാൻ, ഇലയുടെ 2 സൈഡില് ഈ സൈഡിലാണ് കേട്ടോ നമ്മൾ പരത്തേണ്ടത്, മറ്റേ സൈഡിലല്ല കേട്ടോ. അതും കൂടി ഒന്ന് പറയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ഞാൻ ഇത്രയും വെച്ചു, അത് മതി. എന്നിട്ട് ഞാനിത് അടച്ചു കേട്ടോ. ഈ സ്റ്റീമർ അടച്ചു. സ്റ്റീമറിന്റെ താഴത്തെ പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഓട്ടപാത്രം വെച്ചു. നിങ്ങൾക്ക് അറിയാലോ, സ്റ്റീമറിലൊക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ ഗ്യാസ് ഒന്ന് കത്തിക്കുകയാണേ. അപ്പോൾ എന്താ, ഞാൻ ഈ ഗ്യാസ് കത്തിച്ചു കേട്ടോ.
ഇതിൻ്റെ ഇടയിൽ കൂടെ കത്തിച്ചാൽ അത് കത്തിച്ചു. അപ്പം അത് സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഞാൻ കാണിച്ചു തന്നില്ലേ ഇത്രയും അട ഇത്രയും ബാക്കിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 കറക്റ്റ് എണ്ണി നോക്കിയില്ല, ഒരു 10 അട ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്നിട്ട് ബാക്കിയും ഇത്രയും മാവ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കറിയാലോ, ഞാൻ 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ഞാനൊരു കണ്ടില്ലേ 3 ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ഞാനൊരു 2.5 ഗ്ലാസ്, ഇനിയും ഒരു ഗ്ലാസോളം, 3.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഒരു 1.5 ഗ്ലാസോളം ബാക്കി അരിപ്പൊടി വന്നിട്ടുണ്ട്. അപ്പൊ അത്രയിലാണ് ഞാനിപ്പോ ഉണ്ടാക്കിയത്. അപ്പൊ നമ്മള് ഇത് കുഴയ്ക്കുമ്പോ, അതായത് ഈ ചക്കടയുടെ ഈ മാവ് കുഴയ്ക്കുമ്പോ ജസ്റ്റ് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് വേണം നിങ്ങൾ കുഴയ്ക്കാൻ. ഒരുപാട് ചക്കട അങ്ങ് ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാല് അത് മാത്രാവും. അപ്പൊ അടയുടെ ടേസ്റ്റ് വരില്ല. അപ്പൊ കുറച്ച് അരിപ്പൊടിയും അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ. അപ്പൊ ഞാൻ ഇത് എന്താ പറയാ സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അപ്പൊ അതാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അതൊരു 10 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും അട റെഡി ആയിക്കോളും. ഓക്കെ, അപ്പൊ ഇത് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം കണ്ടീഷൻ എന്താണെന്നൊന്ന് നോക്കാം. ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. നോക്കാം. ഒരു അട എടുത്തു. നന്നായിട്ടായിട്ടുണ്ട്, കണ്ടില്ലേ? നന്നായിട്ടായിട്ടുണ്ട്, കണ്ടില്ലേ നിങ്ങൾ? അപ്പം ഞാൻ നിങ്ങളെ ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഒരു കത്തി എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, നല്ലവണ്ണം ആയിട്ടുണ്ട്. നല്ല അട നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലായില്ലേ, ചക്കട ഉണ്ടാക്കണമെങ്കിൽ എത്ര എളുപ്പമാണ്, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് എല്ലാവരും ഞാനൊന്ന് ഇത് തുറന്ന് വെച്ച് കാണിച്ചു തരാം. ഓരോ അടയും നല്ല ചൂടുണ്ട് കേട്ടോ. ഞാൻ ചെറിയ അടയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് പൊട്ടിച്ചല്ലോ, അപ്പോൾ അതൊന്ന് മാറ്റട്ടെ. നിങ്ങൾ കണ്ടില്ലേ, ഇങ്ങനെ നല്ല ചെറിയ ചക്കട ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിൽ നല്ലോണം വെന്തിട്ടുണ്ട്, നല്ല അട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ ബായ്.